നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ പല ഫാക്ടേഴ്സ് കാരണം പല പ്രോപ്പർട്ടീസ് ഇഗ്നോർ ചെയ്യാറുണ്ട്. ബട്ട് ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോൾ കിട്ടുന്ന റെന്റ് ഒരു നെക്സ്റ്റ് 6 മന്ത്സിലോട്ട് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ ആ ഒരു റീസൺ വെച്ച് നമ്മളെ പ്രോപ്പർട്ടി ഇഗ്നോർ ചെയ്യുന്നത് ജസ്റ്റ് അതൊരു വലിയൊരു മിസ്റ്റേക്കാണ് ശരിക്കും. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പല സ്റ്റേറ്റ്സിലും നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ റെന്റ് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ ആസ് പെർ ദ റൂൾ. ചിലപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ ഓണർ ആ പ്രോപ്പർട്ടിക്ക് ഒരു ബിലോ മാർക്കറ്റ് റേറ്റിലായിരിക്കും റെന്റിന് കൊടുത്തിരിക്കുന്നത്. ഒരു സിറ്റുവേഷൻ കാരണം പുള്ളിക്ക് ഇപ്പോൾ ആ പ്രോപ്പർട്ടി സെയിൽ ചെയ്യണമെന്ന് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രോപ്പർട്ടിയുടെ റെന്റ് ബിലോ ആയതുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റിന് വരുന്ന ആൾക്കാർ ആ പ്രോപ്പർട്ടി പലരും ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പർട്ടിയുടെ റെന്റ് കുറവാണെന്നുള്ളൊരു ബേസിൽ മാത്രം നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഡീലായിരിക്കും നഷ്ടപ്പെടുന്നത്. ഒന്നാമത്തെ കേസ് റെന്റ് കുറവായതിന്റെ ഒരു റീസൺ കാരണം പല ഇൻവെസ്റ്റേഴ്സ് ആ പ്രോപ്പർട്ടിയിൽ വരില്ല. ആ ഒരു ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു $5,000 $10,000 ആദ്യ ആ പ്രോപ്പർട്ടി നമുക്ക് ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റിയിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് 6 മന്ത്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് ബർഡൻ ഇത് ചെയ്യണം. ചിലപ്പോൾ ഒരു $2,000 നമുക്കത് കവർ ചെയ്യേണ്ടി വരുള്ളൂ. ബട്ട് നമ്മൾ ആ പ്രോപ്പർട്ടി ഒരു 15K അണ്ടർ ദ വാല്യൂ നമുക്ക് വാങ്ങാൻ പറ്റിയാൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ നമുക്ക് നല്ലൊരു പർച്ചേസ് ആയിരിക്കും അത്. നമുക്ക് ഒരുപാട് പൈസ അതിനിടയ്ക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. നമ്മൾ മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടി ക്ലയൻസിന് വേണ്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സാക്കാതെ യൂട്ടിലൈസ് ചെയ്യും. താങ്ക് യു.